അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഔട്ടിംഗ് പോവാണേ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം പോകുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള വെട്ടുകാട് പള്ളിയിലോട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ അമ്മയും പപ്പയും എൻ്റെ ബ്രദറും അതുപോലെ എൻ്റെ അമ്മമ്മയും അതുപോലെ എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള എൻ്റെ കുഞ്ഞുമാവിയും കൂടെ ഉണ്ട് കേട്ടോ. ഹസ്ബൻഡ് നാട്ടിലില്ല, ആള് വന്നാലും നമ്മൾ സ്ഥിരം പോകുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ വെട്ടുകാട് പള്ളി. എൻ്റെ ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് വെട്ടുകാട് പള്ളിയായിരിക്കും. പള്ളിക്ക് അകത്ത് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഉറക്കായിരുന്നു. എൻ്റെ കൊച്ചു പെണ്ണ് ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത രീതിയിൽ ആക്റ്റീവായി. അവിടെ കാണുന്ന കൊച്ചു പിള്ളേരോടൊക്കെ ഭയങ്കര സംസാരം, അതുപോലെ കളിചിരി, ഉമ്മവെപ്പ്, ഇതൊക്കെയായിരുന്നു കേട്ടോ പള്ളിക്കകത്ത്. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ പള്ളിക്കകത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പുറത്തുനിന്നും എടുത്തു. അതിനുശേഷം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വെട്ടുകാട് പള്ളിയിൽ എപ്പോൾ പോയാലും കുറച്ച് മെഴുകുതിരി വാങ്ങിച്ച് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലത്ത് കത്തിക്കാറുണ്ട്. അങ്ങനെ ആ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് വേറെയാണ്. അതിനുശേഷം യേശോപ്പന്റെ രൂപത്തിന് മുമ്പിൽ ഞാൻ കുറേ നേരം നിൽക്കാറുണ്ട്, കുറേ നേരം പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി. നമ്മൾ എന്ന് പോയാലും ഐസ്ക്രീം കഴിക്കുന്നത് നമ്മുടെ വെട്ടുകാട് പള്ളിയിലായിരിക്കും കേട്ടോ. ഐസ്ക്രീം ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് വെയിൽ ആറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ കടലിലോട്ട് ഇറങ്ങുന്നത്. കടലിലിറങ്ങിയപ്പോൾ മിയക്കുട്ടിക്കാണെങ്കിൽ വല്ലാത്ത ഭയം, അതുവരെ ഇല്ലാത്ത പേടിയായിരുന്നു കടലിനെ കണ്ടപ്പോൾ. പിന്നെ അവളെ കുറച്ച് കാലൊക്കെ നനച്ച് അവിടെ കുറച്ച് നേരം തിരയൊക്കെ എണ്ണി നിന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷം മനസ്സിൽ കിട്ടി. അതിനുശേഷം നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് വേറൊരു സ്ഥലം പ്ലാൻ ചെയ്തു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, കുറെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു വേളിയിൽ പോകണമെന്ന്. കുറെ നാളായി, കല്യാണം കഴിഞ്ഞ സമയത്താണ് ഞാൻ വേളിയിൽ ഫസ്റ്റ് പോയത്. പിന്നെ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞായതിനു ശേഷം ഒരിക്കൽ വേളിയിൽ പോകണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായി. നമ്മൾ പോയി. പക്ഷെ പോയത് വല്ലാത്തൊരു സമയത്തായിരുന്നു. ഏകദേശം 5:30 ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെ നിന്ന് വെറുതെ 20 രൂപയ്ക്ക് ടിക്കറ്റും എടുത്ത് അകത്ത് കയറി. വൻ നഷ്ടമായിരുന്നു. അകത്തൊന്നുമില്ല, കുറച്ച് കപ്പിൾസ് അവിടെ ഇരിപ്പുണ്ട്, അല്ലാതെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പാർക്കിൽ കുട്ടികളില്ല, ടോയ് ട്രെയിൻ ഇല്ല, ഒന്നുമില്ല. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വലിയ എക്സൈറ്റ്മെന്റിൽ പോയത്. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കാണാൻ നല്ല വ്യൂ ആയിരുന്നു. അതൊക്കെ ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ശംഖുമുഖത്തെ ആ ഒരു സൺസെറ്റും കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി.